ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. അവിടെ ഇന്നലെ വരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളും അതിൻ്റെ മറ്റ് വിവരങ്ങളും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇത് ഒരു സാധാരണഗതിയിൽ കണ്ടുവരുന്ന നമുക്ക് ചുറ്റുമുള്ള ഒരു വൈറസ് തന്നെയാണ് ഈ ഒരു HMPV എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇത് ഒരു പാൻഡമിക് ലെവലിലോട്ടോ അല്ലെങ്കിൽ ഇത് വളരെ സ്പീഡായിട്ട് സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വന്ന കുട്ടികൾക്ക് തന്നെ ഇത് വളരെ ഭീകരമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇതുവരെ അത് പോയിട്ടില്ല എന്നുള്ളതും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ICMR-ഉം അതേപോലെ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയും WHO-വും ഒക്കെ തന്നെ ഇതിനെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പാനിക് ആവേണ്ട ഒരാവശ്യവും ഇല്ല. എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അറിയുന്നതായിരിക്കും. നമ്മൾ അറിയാതെ ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സൈറ്റും ഒക്കെ ഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ WHO-ൻ്റെ സൈറ്റൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കോമൺ കോൾഡ് ആയിക്കോട്ടെ, മൂക്കൊലിപ്പായിക്കോട്ടെ, തുമ്മലായിക്കോട്ടെ, ചുമയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വായിൽ അല്ലെങ്കിൽ മൂക്കിലൊക്കെ തൊട്ടിട്ട് അത് നമ്മുടെ കയ്യിലോ മറ്റു ബോഡി പാർട്ടിലോ ഒന്നും ഒരു കൈ തൊടാനായിട്ട് പാടില്ല. കൈ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുക. പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഏതൊരു കാരണവശാലും നമ്മൾ ഫോളോ ചെയ്യുക. അത് കൊറോണ ആവണമെന്നോ അല്ലെങ്കിൽ കോമൺ കോൾഡ് ആണോ അങ്ങനത്തെ വ്യത്യാസം ഒന്നുമില്ല അതിന്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ അത് വേറൊരാൾക്ക് സ്പ്രെഡ് ആവരുത് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണത്. അത് എത്ര ചെറുതായിക്കോട്ടെ, അത് മറ്റൊരാൾക്ക് അത് പകരാൻ പാടില്ല. അതിനുള്ള ഹൈജീൻ നമ്മൾ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഇരുന്നിട്ട് ഒരു ദിവസം ഫുൾ ഇങ്ങനെ ചാനൽ മാറ്റി നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു ഉത്കണ്ഠയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വരുന്നത്. തന്നെയല്ല, ഇവരൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനത്തെ ഉള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ ആവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. വേറെ അങ്ങനെ പാനിക് ആവേണ്ട ഒരു അവസ്ഥയും ഇപ്പോൾ നിലവിലില്ല. താങ്ക് യു.